നമസ്കാരം. രാഷ്ട്രീയം ഒരു തൊഴിലല്ല, അതൊരു സേവനമാണ്. അങ്ങനെ സേവനം ചെയ്യുന്നവർ സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കേണ്ടത് നിർബന്ധമാണ്. എളുപ്പം സമ്പത്തും അധികാരവും ഉണ്ടാക്കാനുള്ള കുറുക്കുവഴിയായി രാഷ്ട്രീയത്തെ കാണുന്നവർക്ക് ശക്തമായ തിരിച്ചടി കിട്ടാൻ പോകുന്നു. കൂടുതൽ ബലപ്പെട്ട ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജനാധിപത്യത്തിൽ നിയമം അധികാരത്തെ നിയന്ത്രിക്കണോ അതോ അധികാരം നിയമത്തെ നിയന്ത്രിക്കണോ? ഈ ചോദ്യമാണ് രാജ്യത്ത് വീണ്ടും ശക്തമായി ഉയരുന്നത്. 30 ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ പദവിയിൽ നിന്ന് നീക്കാൻ വഴിയൊരുക്കുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് നീങ്ങുകയാണ്. അഴിമതിക്കും ക്രിമിനൽ രാഷ്ട്രീയത്തിനുമെതിരെ ശക്തമായ നടപടിയെന്നാണ് അനുകൂലികളുടെ വാദം. എന്നാൽ കുറ്റം കോടതി തെളിയിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തിയെ ഭരണഘടനാപരമായ പദവിയിൽ നിന്ന് പുറത്താക്കുന്നത് നീതിന്യായത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുമായി പൊരുത്തപ്പെടുമോ എന്നതാണ് എതിർവാദം. രാഷ്ട്രീയ ശുദ്ധീകരണത്തിന്റെ പേരിൽ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സന്തുലിതാവസ്ഥ തകരുമോ എന്ന ആശങ്കയും ശക്തമാവുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി 30 ദിവസം തുടർച്ചയായി തടവിലാക്കപ്പെട്ടാൽ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗീകാരം നൽകിയേക്കുമെന്നാണ് സൂചന. ജൂലൈ 20 ആരംഭിക്കാൻ സാധ്യതയുള്ള പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ടാണ് JPC ഇതിന് അംഗീകാരം നൽകുന്നത്. ജൂലൈ 17 JPCയുടെ അംഗീകാരം ബില്ലിന് ലഭിച്ചേക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും മന്ത്രിമാർ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ 30 ദിവസം തുടർച്ചയായി അറസ്റ്റിലായി കസ്റ്റഡിയിൽ തടവിലാക്കപ്പെട്ടാൽ അവരെ നീക്കം ചെയ്യാനുള്ള വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതാണ് ബിൽ. രാഷ്ട്രീയ എതിരാളികൾക്കു നേരെ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ചിരുന്നു. തുടർന്ന് BJP MP അപരാജിത സാരംഗി അധ്യക്ഷയായ 31 അംഗ പാർലമെന്ററി പാനൽ ഇത് പരിശോധിക്കാൻ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളുടെ ആശങ്കകൾ അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയും റബ്ബർ സ്റ്റാമ്പ് ആക്കുകയാണെന്നും ആരോപിച്ച് പ്രതിപക്ഷ MPമാർ JPCയുടെ നടപടികൾ ബഹിഷ്കരിച്ചിരുന്നു. ബിൽ ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ വിരുദ്ധവുമാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശിക്ഷിക്കപ്പെട്ടാൽ നടപടിയെടുക്കുന്നതിന് പകരം കസ്റ്റഡി അടിസ്ഥാനമാക്കി പൊതുപ്രതിനിധികളെ ശിക്ഷിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയത് 3 തവണയെങ്കിലും ജാമ്യത്തിനായി അപേക്ഷിക്കാമെന്നും അതുകൊണ്ട് തന്നെ ഇത് നീതിന്യായ വ്യവസ്ഥകൾ ലംഘിക്കുന്നില്ല എന്നും ഭരണപക്ഷവും വാദിക്കുന്നു. പാനലിലെ പ്രതിപക്ഷ MPമാരുടെ വിയോജന കുറിപ്പോടെയായിരിക്കും ബില്ലിന് അംഗീകാരം ലഭിക്കുക. പാനലിൽ BJP NDA അംഗങ്ങളാണ് കൂടുതൽ. 5 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്യുകയോ ആരോപണ വിധേയനായ മന്ത്രി അറസ്റ്റിലാവുകയും 30 ദിവസം തുടർച്ചയായി തടവിലാക്കപ്പെടുകയും ചെയ്താൽ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഭരണഘടന 133 ഭേദഗതി ബിൽ. നിർദ്ദിഷ്ട ബില്ലിന്റെ കരട് അനുസരിച്ച് മന്ത്രിമാർക്കെതിരെ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്കോ ഗവർണർക്കോ നടപടി സ്വീകരിക്കാം. അല്ലെങ്കിൽ 31 ദിവസം സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടും. മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ കാര്യത്തിൽ അതാത് സംസ്ഥാന ഗവർണർമാർക്കോ രാഷ്ട്രപതിക്കോ തീരുമാനമെടുക്കാം. സാമൂഹികമായി നോക്കുമ്പോൾ പൊതുപദവിയിലുള്ളവർക്ക് ഉയർന്ന ധാർമ്മിക മാനദണ്ഡങ്ങൾ വേണമെന്ന വാദം ശക്തമാണ്. ഗുരുതര കുറ്റാരോപണങ്ങൾ നേരിടുന്നവർ അധികാരത്തിൽ തുടരുന്നത് പൊതുജന വിശ്വാസത്തെ ബാധിക്കുമെന്നത് നീതിന്യായ ആശങ്കയാണ്. എന്നാൽ അതേസമയം ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വമായ കുറ്റം തെളിയുന്നത് വരെ നിരപരാധി എന്ന സിദ്ധാന്തം ഈ ബില്ലിലൂടെ പ്രായോഗികമായി ദുർബലമാകുമോ എന്ന ചോദ്യവും ഗൗരവമുള്ളതാണ്. അറസ്റ്റ് അല്ലെങ്കിൽ ദീർഘകാല കസ്റ്റഡി ശിക്ഷയല്ല, വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപുള്ള നടപടിയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഭരണഘടനാപരമായ ചർച്ച ഉയരുന്നത്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്ക മുൻകാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ വെറും 30 ദിവസത്തെ കസ്റ്റഡി മാത്രം മതിയെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരുകളുടെ സ്ഥിരതയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. മറുവശത്തെ ബിൽ ദുരുപയോഗം ഒഴിവാക്കാൻ അധിക സുരക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണമെന്ന് പാർലമെന്ററി സമിതിയും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയമായി ഈ ബിൽ അധികാരത്തിന്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുമോ അതോ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെ പുതിയ ആയുധമാകുമോ എന്നതാണ് ഇനി നിർണായക ചോദ്യം. ജനാധിപത്യത്തിൽ ശുദ്ധമായ രാഷ്ട്രീയം അനിവാര്യമാണ്. എന്നാൽ അതിനുള്ള മാർഗവും ഭരണഘടനാ മൂല്യങ്ങളെയും സ്വാഭാവിക നീതിയുടെ തത്വങ്ങളെയും സംരക്ഷിക്കുന്നതായിരിക്കണം. കുറ്റവാളികൾ അധികാരത്തിൽ തുടരരുത് എന്നതുപോലെ കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് ജനങ്ങളുടെ വിധിയെ നിയമപരമായി മറികടക്കരുത് എന്ന വാദവും ജനാധിപത്യത്തിന്റെ അത്ര തന്നെ നിർണായകമായ മൂല്യമാണ്.